this is Jessina from MS Solutions. ഇനി എന്തിനാ വേറെ സൊല്യൂഷൻ? എടാ മക്കളെ, നമ്മൾ ഈ അവസാനത്തെ നിമിഷത്തിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഫോർമാറ്റ് സെറ്റാക്കുക, അതുപോലെ ഓരോ ചാപ്റ്റേഴ്സിലെയും പ്രധാനപ്പെട്ട പോയിന്റ്സ് പഠിച്ചു വെക്കാം. ഇത് രണ്ടും കൂടി കൂട്ടി ചേർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആൻസർ ആയില്ലേ? യെസ്. അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് നമ്മൾ ഓരോ യൂണിറ്റിൻ്റെയും സിമ്പിൾ നോട്ട്സ് തരാണ്. അതായത് ഓരോ യൂണിറ്റിലും എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടോ അതിൽ കുറച്ച് പോയിന്റ്സ് നിങ്ങൾക്ക് തരാണ്. ആ പോയിന്റ്സ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ആ സെറ്റാക്കാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫോർമാറ്റ്സ് പഠിക്കുക, ദെൻ ഈ പോയിന്റ്സും പഠിച്ചോളൂ, നിങ്ങളുടെ എക്സാം സെറ്റോസ്കിയാണ്. ഓക്കെ, യെസ്. ദെൻ നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഏതാണ്? ഗിടുക്കി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്. പിടിച്ചോ, ഈ പോയിന്റ്സ് നിങ്ങളുടെ മനസ്സിൽ ഓർത്ത് വെക്കണേ. നോക്കടാ, होशियारपुर से शादी का बुलावा आया. होशियारपुर निन्नुम कल्याणത്തിന്റെ ഇൻവിറ്റേഷൻ വന്നു. ദെൻ പരിവാർ के साथ जनरल कोच से सफर किया. കുടുംബസമേതം എന്താണ്? ജനറൽ കോച്ചിലാണ് യാത്ര ചെയ്തത്. ദെൻ അടുത്തത് എന്താണ്? സാംവലി സലോനി യുവതി ഷോൾ ബേജിനെ ആയില്ല. ഒരു ഇരുണ്ട നിറത്തിലുള്ള ഒരു സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണ്, ഒരു യുവതി എന്ത് ചെയ്തു? ഷോൾ വിൽക്കാൻ വേണ്ടി വന്നു. യുവതി പത്നിക്കോ ഷോൾ ലേനേക്ക് ഇസ്രാർ കർണേ ലഗി. അപ്പം ആ യുവതി എന്താണ്? വൈഫിനോട്, പത്നിയോട് എന്താണ്? ഷോൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ കാണിക്കാനുള്ള, അതായത് ഷോൾ വാങ്ങാൻ വേണ്ടി നിർബന്ധിക്കുകയാണ്. പത്നി ഓർ യുവതി മോൾ തോൽ കർണേ ലഗി. ഭാര്യയും അതുപോലെ ഈ യുവതിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബാർഗെയിൻ നടക്കാണല്ലേ? യെസ്, അവരങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്? യെസ്, വില പേശിക്കൊണ്ടിരിക്കുകയാണ് ആ ഷോളിന്റെ പ്രൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അടുത്തത്, പത്നി ഷാൾ കാ ദാം ബഹുത്ത് കം കർണേ പർ യുവതി കാ ഗല റൂന്ദ് ഗയാ. അപ്പൊ യുവതിയോട് എന്താണ്? ഭാര്യ ഇങ്ങനെ ഓരോ സമയത്ത് ഓരോ വില പറയുമ്പോൾ വളരെ കുറഞ്ഞ ഒരു വില പറഞ്ഞ സമയത്ത് എന്താണ്? യുവതിക്ക് വളരെ വിഷമം ഫീൽ ചെയ്യാണ്. ദെൻ അന്തമേം അവസാനം ടേഡ് സൗക്കോ സൗദ തൈ ഹുവ. അവസാനം എന്താണ്? 150 റുപ്പീസിന് അവരുടെ കരാറിൽ അവർ ഒപ്പ് വെക്കുകയാണ് മക്കളെ. അടുത്തത്, യുവതിക്ക് ആങ്കോമേം നമി ദേക്കർ. ആ യുവതിയുടെ കണ്ണിലെ നനവ് കണ്ട സമയത്ത് പുരുഷ കഥാപാത്രത്തിന്, അതായത് പതിക്ക്, ഭർത്താവിന്, പിന്നെ പിതാക്ക് യാദായി. എന്ത് ചെയ്യാണ്? അച്ഛനെ ഓർമ്മ വരികയാണ്. ഈ പോയിന്റ്സ് ഉണ്ടെങ്കിൽ ഏത് ചോദ്യം വന്നാലും എഴുതിക്കൂടെ? എഴുതാം. അപ്പൊ ഈ പോയിന്റ്സ് പഠിച്ചേക്കണേ മക്കളെ. യെസ്. ദെൻ നമ്മളുടെ ഈ ഒരു യൂണിറ്റിലെ രണ്ടാമത്തെ ചാപ്റ്റർ ഏതാടാ? ഹൈക്കു ആണ് അല്ലേ? ഈ ഹൈക്കു ആണ്. ഈ ഹൈക്കുവിൽ പ്രധാനമായിട്ടും നിങ്ങൾ ഇക്കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, അതായത് ഓരോ ഹൈക്കു ആരാണ് എഴുതിയത്, അതിൽ എന്താണ് പറയുന്നത്, ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഒന്നാമത്തെ ഹൈക്കു ഏതാടാ? സൂക്കായ ബാഡ് സാഹബ് കെ ആംഗൻ സദാ ഫുഹാർ. ഇതാണ് ഒന്നാമത്തെ ഹൈക്കു. ഇതാരാ എഴുതിയിരിക്കുന്നത്? സുരംഗമ യാദവാണ്. ആരാണ്? സുരംഗമ യാദവ്. ഇതിന്റെ തത്വത, ഇതിന്റെ ഇതിൽ എന്താണ് പറയുന്നത്, എന്ത് കാര്യമാണ് നമ്മളിലേക്ക് എത്തിക്കുന്നത്? സാമാജിക് അസമത, അതായത് സമൂഹത്തിലുള്ള ആ ഒരു വേർതിരിവാണ് എന്താ ഈ ഒരു ഹൈക്കുവിലൂടെ നമ്മളോട് സുരംഗമ യാദവ് പറയുന്നത്. സിമ്പിൾ ആയിട്ട് ഇതിന്റെ ആശയം നമുക്കൊന്ന് മനസ്സിലാക്കാൻ നോക്കണം. സാമാജിക് ജാഗരൂകത കാ നിർവാഹ കർത്തേ हुए अमीरी गरीबी की നോക്കടാ ഘായിക്കോ മിഠാന ഹേ. എന്താണ് അമീരി ഗരീബി? കണ്ടല്ലോ, പണക്കാരുടെയും പാവപ്പെട്ടവരുടെയും ഇടയിലുള്ള അന്തരമാണ് അല്ലെ? എന്ത് പ്രശ്നം വന്നാലും അത് എഫക്റ്റ് ചെയ്യുന്നത് പാവപ്പെട്ടവരെയാണ്. പണക്കാരെന്താണ്? എപ്പോഴും സേഫ് ആണ്. സിമ്പിൾ, ഇത്ര കാര്യമാണ് ഈ ഒരു ഹൈക്കുലുള്ളത്. ഓക്കെ, ദെൻ അടുത്ത ഹൈക്കു ഏതാടാ? അടുത്ത ഹൈക്കു നോക്ക്. പിതാനെ ടൂണ്ടി ലാട്ടിയാം ബൂഡാപ്പേക്ക് ദിക്തി നെഹി. ഇതാരാണ് എഴുതിയിരിക്കുന്നത്? ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മയാണ്. ഇതിലൂടെ എന്താ പറയാൻ ശ്രമിക്കുന്നത്? ബേസഹാര ബൂട്ടാപ്പൽ, അതായത് നിസ്സഹായനായിട്ടുള്ള, സഹായം ലഭിക്കാത്ത ആരുടെ ഒരു വൃദ്ധനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് ഇതിന്റെ ആശയം? സിമ്പിൾ ആയിട്ട് നോക്കിക്കേ. യഹാ ബൂഡാപ്പേക്ക് ലാട്ടിയാം. ഇവിടെ ഈ വാർദ്ധക്യത്തിന്റെ ഊന്നുവടികൾ എന്ന് പറയുന്നത് വൃദ്ധാവസ്ഥാമേം സഹാര ഓർ ആശ്രയഹേ. വൃദ്ധാവസ്ഥയിലുള്ള സഹായവും അതുപോലെ ആശ്രയവുമാണ് ഇവിടെ എന്താ ആ ഒരു വാർദ്ധക്യത്തിലെ ഊന്നുവടികൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ വഹ് ബൂട്ടെ ലോഗോം കോ മിൽത്തേ നഹി. പക്ഷെ എന്താണ്? പല വൃദ്ധർക്കും എന്ത് ചെയ്യുന്നില്ല? ആ ഒരു കാര്യം കിട്ടുന്നില്ല. ഇതാണ് ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മ ഈ ഹൈക്കൂലൂടെ പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കടാ. ഡോൺതി രഹി ബർഫീലി നഗരി മേം നേഹ് കി ആഞ്ച്. ആരാ എഴുതിയിരിക്കുന്നത്? കമല നിർഗൂപയാണ്. എന്താടാ പറയാൻ ശ്രമിക്കുന്നത്? സമാജ് മേം പ്യാർ കാ അഭാവ്. സമൂഹത്തില് യഥാർത്ഥ സ്നേഹത്തിന്റെ അഭാവമാണ് എന്താ ഈ ഒരു ഹൈക്കൂലൂടെ നമ്മളോട് പറയുന്നത്. സിമ്പിൾ ആയിട്ട് ആശയം നോക്കാം. യെസ് ഭാവഹീൻ ദുനിയാ മേം പ്യാർ കരുണ ദയ ആദി ഭാവോं को फैलाना चाहिए. അപ്പൊ എന്താണ്?
നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ എന്ത് കുറവാണ്? യെസ്, എല്ലാവരും സെൽഫിഷ് ആണ് അല്ലേ? അപ്പോൾ യഥാർത്ഥ സ്നേഹത്തിന് വേണ്ടി തിരച്ചിലാണ്. ആരും ആരെയും എന്തില്ല, യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്നില്ല. ആ ഒരു കാര്യമാണ്. ആർക്കും എന്തില്ലടാ ഈ ലോകത്ത്, പ്യാർ, കരുണ, ദയ ഒന്നും എന്താണ് ഈ ലോകത്തിൽ, അതൊക്കെ എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഈ ഹൈക്കൂല് ആര് പറയുന്നത്? യെസ്, നമ്മുടെ കമല നിർഗുബ. 3 ഹൈക്കും സെറ്റായില്ലേ? അപ്പോൾ ഈ ഹൈക്കു കാണുന്ന സമയത്ത് അത് ആരേതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾ പഠിക്കണം കേട്ടോ. ചിലപ്പോൾ 1 വേർഡ് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിക്കും. അതുപോലെ ഹൈക്കൂടെ ഭാവാർത്ഥം ചോദിച്ചാൽ അത് എഴുതി തുടങ്ങേണ്ടത് ഇവരുടേതാണ് എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, നമ്മുടെ ഈ ഒരു യൂണിറ്റിലെ ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് റെയിൻ ബസേരമേം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് അല്ലേ? ഒരുപാട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ആ ഒരു ചാപ്റ്റർ ഇതാണ് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം, ഏത് ക്വസ്റ്റ്യൻ വന്നാലും എന്താണ് നമുക്ക് ഈ പോയിന്റ്സ് വെച്ചിട്ട് ആൻസർ ചെയ്യാം. നോക്കടാ, ബാരിഷ് ഹോനെ സെ ലേഖക് ഓർ ചോട്ടു കോ പത്തോഡ ഗാവ് മേ റൂക്താ ഹെ. അപ്പോൾ ചോട്ടും ലേഖകനും എന്താണ്, നല്ല ശക്തമായ മഴ കാരണം പത്തോഡ ഗ്രാമത്തിൽ എന്ത് ചെയ്യാണ്, സ്റ്റെക്കാണ്, അവിടെ താമസിക്കാൻ. ലേഖക് ഓർ ചോട്ടു കോ ഗാവ് കെ മന്ദിർ കെ ബരാന്തേ മേ രഹത്തെ ഹെ. അപ്പോൾ എന്താണ്, ലേഖകനും ചോട്ടും അവിടെയുള്ള ഏതൊരു മന്ദിരത്തിൽ അല്ലേ, അവിടെയാണ് എന്ത് സ്റ്റേ ചെയ്യുന്നത്. ഗാന ഗാനെ കെ ബാദ് ദോനോം സോത്തെ ഹെ. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം രണ്ടുപേരും ഉറക്കായി. ദെൻ നീന്ത് ഗുൽത്തെ ഹി ലേഖകനെ एक പാഗൽ ആദ്മി കോ അപ്നെ പാസ് ബൈഠെ ദേഖ്താ ഹെ. അങ്ങനെ ഉറക്കത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ എണീറ്റ സമയത്ത് ലേഖകന്റെ അടുത്ത് ഒരു പാഗൽ ആദ്മി, ഒരു ഭ്രാന്തനായിട്ടുള്ള മനുഷ്യൻ ഇരിക്കുന്നത് കണ്ടു. पागल आदमी पिट्टू से सारी चीजें एक एक करके बाहर फेंकता है. ആ ഭ്രാന്തനായിട്ടുള്ള വ്യക്തി എന്താണ്, ഇവരുടെ പെട്ടിയൊക്കെ തുറന്നിട്ട് ഓരോ സാധനങ്ങൾ എന്താ ഓരോന്നായിട്ട് എന്താ അങ്ങനെ പുറത്തേക്ക് എറിയാൻ തുടങ്ങി. പിട്ടു മേ കിതാബ് ദേഖ്തേ ഹി വഹ് ശാന്ത് ഹോ ജാത്താ ഹെ. അങ്ങനെ ആ പെട്ടിയിൽ നിന്നും എന്താണ് ബുക്ക് കിട്ടിയ സമയത്ത് ആ പാഗൽ ആദ്മി എന്താണ് കൂളാവാണ്, ശാന്തനാവാണ്. പിന്നെയോ ശിക്ഷക് ജാനനെ പർ പാഗൽ ആദ്മി ലേഖകെ പയർ ദബാത്താ ഹെ. ആ ഒരു ലേഖകൻ ടീച്ചറാണെന്ന് അറിഞ്ഞ സമയത്ത് എന്താണ് പാഗൽ ആദ്മി അദ്ദേഹത്തെ എന്ത് ചെയ്യാണ്, കാലം കൈക്ക് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുകയാണ് അല്ലേ, തടവി കൊടുക്കുകയാണ്. ദെൻ ലേഖകെ ഹാത്ത് മേ 20 പൈസേ കാ സിക്ക രഖ്കർ പാഗൽ ആദ്മി ചൽ ജാത്താ ഹെ. അങ്ങനെ ആ പാഗൽ ആദ്മി എന്താണ് നമ്മുടെ ലേഖകന്റെ കയ്യിൽ ഒരു നാണയം വെച്ച് കൊടുത്തിട്ട് എന്ത് ചെയ്യാണ്, അവിടുന്ന് പോവാണ്. പാഗൽ ആദ്മി വിക്ഷിപ്ത അവസ്ഥാമേം ബി ഗുരു കാ ആദർ കർത്താ ഹെ. നമ്മുടെ ആ ഒരു പാഗലാദ്മി എന്താണ് വിക്ഷിപ്ത അവസ്ഥ, ആ ഭ്രാന്തമായിട്ടുള്ള അവസ്ഥയിലും എന്താണ് ടീച്ചേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യുന്നത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ലേഖകോ ശിക്ഷകക്കെ രൂപമേ സർവശ്രേഷ്ഠ സമ്മാൻ മിൽത്തേ ഹെ. ലേഖകന് ആസ് എ ടീച്ചർ എന്നുള്ള രീതിയിൽ എന്താണ് നല്ലൊരു ബഹുമതിയാണ് അല്ലേ, നല്ലൊരു സമ്മാനമാണ് ഇവിടെ കിട്ടിയത്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിലെ 3 ചാപ്റ്ററിനും ഏത് ക്വസ്റ്റ്യൻസ് വന്നാലും ഈ പോയിന്റ്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ഞാൻ തരും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, ഇതുപോലെ എന്ത് ചെയ്യുക, പഠിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ദെൻ ഇതുപോലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വീഡിയോസും ഒക്കെ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. അപ്പോൾ ടാറ്റാ.